അതെ, അമേരിക്കയോടും ഇസ്രായേലിനോടും മറ്റ് ലോകരാജ്യങ്ങളോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇറാന്. അതായത് ഞങ്ങളുടെ മേൽ കുതിര കയറി ഞങ്ങളുടെ കുട്ടികളെ കൊന്ന് ഞങ്ങളുടെ ആളുകളെ കൊന്ന് ഞങ്ങളുടെ നാടിൽ ഇത്രയും നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കൺമുമ്പ് പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്നുണ്ടല്ലോ, വ്യക്തമായ പ്ലാന് ഞങ്ങൾക്കുണ്ട്. അതനുസരിച്ചിട്ട് ഞങ്ങൾ തീർക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും കൺമുമ്പിൽ പെടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിനിപ്പോൾ GCC കൺട്രീസ് ആണെങ്കിലും വേണ്ടില്ല, അമേരിക്കയുടെ ആസനം നക്കി അല്ലെങ്കിൽ അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഏതൊരാൾക്കാരും അവർ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ അതിർത്തി അല്ലെങ്കിൽ ഞങ്ങളുടെ കൺമുമ്പിലാണെങ്കിൽ ഞങ്ങൾ പൊടിച്ചിരിക്കും. അത് വ്യക്തമായിട്ട് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന്റെ ഇടയിലും ഇപ്പം അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റുകളിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതുവരെയുള്ള അപ്ഡേറ്റുകളുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. മയൂരി നരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ്ലാൻഡ് ചരക്ക് കപ്പൽ ഹോർമോസ് കടലിടുക്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ദുബായിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയായിരുന്നു. ഇന്ത്യയിലെ കട്ല തുറമുഖത്തേക്കായിരുന്നു ഈ ഒരു കപ്പൽ, ചരക്ക് കപ്പൽ വന്നുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ കപ്പലും അതല്ലെങ്കിൽ ഇന്ത്യയുടെ കപ്പലും ഒന്നുമല്ല, തായ്ലാൻഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു കപ്പലാണ്. പക്ഷേ ചരക്ക് നീക്കം, ചരക്ക് ഈ പോക്ക്, ചരക്ക് വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അമേരിക്കയുടെ ഡോളർ വെച്ചിട്ടുള്ള പരിപാടികളാണ്. ഒന്നും നമ്മുടെ പൈസ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പൈസ കൊണ്ടോ ഒന്നുമല്ല. അമേരിക്ക റിലേറ്റഡ് ആയിട്ട് വരുന്ന, അമേരിക്ക തൊട്ട് വരുന്ന, അമേരിക്ക ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇറാൻ അത് പൊളിച്ചിരിക്കും. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിലൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും. ഇന്നലെ അതിലൂടെ കപ്പൽ വരുന്ന സമയത്ത് അമേരിക്കയുടെ US പ്രസിഡന്റ് വന്ന് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, നിങ്ങൾ അതിലൂടെ ഏത് കപ്പൽ വേണമെങ്കിലും വിട്ടോ, ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ നാവികസേന നിങ്ങളുടെ അനുഗമിച്ച് വരും, ഒരു പ്രശ്നമില്ലാന്ന്. ഇന്നലെ അമേരിക്കയുടെ ഒരു സേന അല്ലെങ്കിൽ ഒരു നാവിക കപ്പൽ അനുഗമിച്ച് വരുന്നു എന്ന് വാർത്ത ഇട്ടപ്പോഴേക്കും അതുവരെ മുക്കിക്കൊണ്ടായിരുന്നു വൈറ്റ് ഹൗസ് ഓടിയിട്ടിരുന്നത്. അപ്പം അമേരിക്ക ഇങ്ങനെ പലതും പറയും, നിങ്ങളെ ചതിക്കും, അതിലൂടെ നിങ്ങൾ ചരക്ക് നീക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചരക്ക് നീക്കം അതിലൂടെ നടന്നു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഡോളർ വെച്ചിട്ടാണെങ്കിൽ അവർക്ക് കാശ് കിട്ടും, നിങ്ങളുടെ കപ്പൽ പൊളിയും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് ഒരു രാജ്യങ്ങൾക്കും ഇറാനായിട്ട് കുറ്റം പറയാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ ചെയ്തത് കറക്റ്റ് അല്ല, തെറ്റാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം യുദ്ധത്തിന്റെ ഭാഗം പോലും അല്ലാത്ത ഒരു കപ്പലിലെ 150ഓളം ആളുകളുള്ള കപ്പലിലോട്ടാണ് അമേരിക്ക ഒരു ബോംബിട്ട് തകർത്ത് അതിൽ 120ഓളം ആളുകൾ മരണപ്പെട്ടതും. അതുകൊണ്ട് ഇറാനെ നോക്കി നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം ഈ പറഞ്ഞ ലോക രാജ്യങ്ങൾക്കും ഇല്ല. അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല. ട്രംപിന്റെ അണ്ണാക്കിൽ വെടി മാത്രമല്ല പൊട്ടിയത്, കതീനടക്കം പൊട്ടിട്ട് പൊളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് നതന്യാഹു എന്ന് പറഞ്ഞ ചെകുത്താൻ എവിടെയെന്ന് പോലും അറിയാത്തൊരവസ്ഥ. ആർക്കും ഒന്നുമില്ല, മൊത്തത്തിലൊരു ഒരു പുക പടലം മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. ഇനി മയൂരി നരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദുബായിലെ ഖലീഫ തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന ഒരു കപ്പൽ, ഇന്ത്യയുടെ കട്ല തുറമുഖത്തേക്ക് വരുന്ന കപ്പലായിരുന്നു മയൂരി നരി എന്ന് പറഞ്ഞത്. ഒരു തായ്ലാൻഡ് ചരക്ക് കപ്പലാണ് ഇത്. ഈ ഒരു ആക്രമണത്തിൽ ഏകദേശം 20 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇത് ഒമാന്റെ ഒരു 11 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് ഒരു മിസൈൽ വന്നിട്ട് ഫൂ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പോയത്. ഇതിന്റെ കപ്പലിൽ വൻ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി കത്തി തീർന്നിട്ടില്ല. ജീവനക്കാർ 20 പേര് കടലിലോട്ട് ചാടി, അതിൽ മിക്ക ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 നാവികരെ കാണാതായിട്ടുണ്ട്. പാവം, ഇതിലൊന്നും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഇതിന്റെ ഭാഗങ്ങളൊന്നും അല്ലാത്ത ഈ ആളുകൾ പോലും ഈ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അത് ഇറാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാൻ ഒരിക്കലും അമേരിക്ക ചെയ്ത പോലെയല്ല, അമേരിക്ക ഇറാന്റെ കപ്പൽ മുക്കിയ പോലെ ഒന്നുമല്ല. മുക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുക്കുന്നുണ്ട്. അത് ഹോർമോസ് കടലിടുക്കിലാണെങ്കിൽ എന്തായാലും മുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ട് ചാടി പുറപ്പെടുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. ലോകം മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞ ബിരിയാണി മാത്രമേ ഉള്ളൂ. അതെന്താ, ബാക്കി ഫുഡൊന്നും വെക്കാൻ ഗ്യാസ് ഇല്ല. ആകെ ബിരിയാണി പെട്ടെന്ന് ദമ്മിട്ട് വെക്കുന്നത് കൊണ്ട് ഇന്നോ നാളെയും കൂടെ ബിരിയാണി നിങ്ങൾക്ക് കിട്ടും. നാളെ മുതൽ ചിലപ്പോൾ അതും കിട്ടില്ല. ഇനി വീട്ടിൽ ഗ്യാസ് ഇല്ലെങ്കിൽ പെട്ടു. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി എത്ര ദിവസം പെട്രോൾ ഉണ്ടാവും, എത്ര ദിവസം മറ്റ് ക്രൂഡ് ഓയിൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ വരുന്ന നമ്മുടെ നാട്ടിലെ വിലക്കയറ്റ് എത്രത്തോളം കൂടും, സാധനങ്ങളുടെ ചരക്ക് നീക്കം ഇല്ലാണ്ടായി വരുമ്പം എന്തൊക്കെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാ പൊളിച്ച് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. സാരമില്ല, അച്ഛൻ ചെയ്യണമല്ലേ, അച്ഛൻ ലാൻഡ് ചെയ്തതല്ലേ, അതുകൊണ്ട് മദർലാൻഡ് ആയിട്ടുള്ള മാതാവായിട്ടുള്ള നമുക്ക് സഹിക്കാം, അച്ഛൻ എന്ത് ചെയ്താലും സഹിക്കണം എന്നല്ലേ മക്കളെ നമ്മളെ പഠിപ്പിച്ചത് എന്ന് സംഘി ചിലപ്പോൾ അത് പറഞ്ഞ് ആശ്വസിച്ചെന്ന് വരും. പക്ഷേ ഇന്ത്യയിലെ ബാക്കി ജനങ്ങളെ ചോദിക്കുക തന്നെ ചെയ്യും. പട്ടിണി കിടക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പെട്രോൾ ഇല്ലാണ്ട് വരുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, സംഘി ചോദിക്കില്ല. കാരണം സംഘിക്ക് പൊതുവേ ഗ്യാസ് ഒന്നും വീട്ടിലുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പോഴും വിറകടുപ്പിൽ ജീവിച്ചു പോകുന്ന ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന ആളുകളെ കുറ്റം പറയില്ല. പക്ഷേ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവുള്ളൂ. കാരണം ഒരു മെച്ചം, ഒരു ഗുണമില്ലാത്ത ജീവിതം ജീവിക്കുന്നവരന്മാർ. അതുകൊണ്ട് ഇനി ഇവരുടെ വീട്ടിൽ വണ്ടി അതെന്തായാലും ഉണ്ടാവില്ല. പൈസ കൊടുത്ത് വണ്ടി വാങ്ങിക്കുന്ന സംഖ്യകൾ വളരെ കുറവാണ്. ഇനി കൂട്ടത്തിൽ 1-2 വണ്ടി വാങ്ങിച്ചിട്ടെങ്കിൽ ഇതിൽ ഡെയിലി പെട്രോൾ അടിച്ച് പോകുന്ന, ഡീസൽ അടിച്ച് പോകുന്ന സംഖ്യകളും ഈ നാട്ടിൽ വളരെ കുറവാണ്. അതുകൊണ്ട് സംഖ്യനെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ബാക്കി ഭാഗത്തോട്ട് പോവാം. ഏതായാലും IRGC കൺഫേം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തന്നെയാണ് ഈ സംഭവം മുക്കിയിട്ടുള്ളത്. ഏതാണെങ്കിലും ഇന്നലെ രാത്രി അമേരിക്കയുടെ പ്രസിഡന്റും അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെ പോലത്തെ ആളുകളൊക്കെ വന്ന് എന്തോ ഇന്നലെ രാത്രി ഇറാനെ
തൂഫാനാക്കും എന്ന് പറഞ്ഞിട്ട് തൂഫാനാവുന്നത് ഇസ്രായേലിലെ ഓരോ നഗരങ്ങളാണ്. ഇസ്രായേലിലെ ഐഫ തുറമുഖം ഇന്നലെ തൂഫാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല പല ഭാഗങ്ങൾ തൂഫാനായിക്കൊണ്ടേയിരിക്കുന്നു. മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള GCCയിലെ കുവൈറ്റിലും ബഹ്റൈനിലും അബുദാബിയിലും ദുബായ് എയർപോർട്ടും എല്ലാം തൂഫാനാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി IRGC ലക്ഷ്യം കപ്പൽ കൊണ്ട് തീരുന്നില്ല. അതായത് IRGC പറഞ്ഞിട്ടുള്ളത് അടുത്തതായി ഞങ്ങൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, മേറ്റ, ഇതൊക്കെ പറഞ്ഞ അമേരിക്കൻ ഇസ്രായേലി കമ്പനികളൊക്കെയാണ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ടാർഗറ്റ് ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇസ്രായേലുമായി ബന്ധമുള്ള അമേരിക്കൻ ടെക് കമ്പനികളായിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, അതുപോലെ IBM, പിന്നെ നവീഡിയ, അതുപോലെ ഒറാക്കിൾ എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് അടുത്തതായിട്ട് ലക്ഷ്യം വെച്ച് പട്ടിക വെച്ചിട്ടുള്ളത്. അതായത് ഈ സ്ഥലങ്ങളൊക്കെ ഗൂഗിളും ഈ പറഞ്ഞ കമ്പനികളൊക്കെ പല സ്ഥലങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും വരെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉണ്ട് തകർക്കാം എന്നാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്നാണ് IRGCയുടെ ലിസ്റ്റ് ഓഫ് ഡിഷും വെച്ചിട്ടുള്ളത് അവർ. അപ്പോൾ ഇതിനുള്ള കാരണം ഈ കമ്പനികൾ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ക്ലൗഡ് സേവനങ്ങളും ഇസ്രായേലിലെ ചില ഗൾഫ് രാജ്യങ്ങളെയും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് പൊളിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ മക്കളെ, അവനോടൊന്നും തോന്നരുത് മക്കളെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് പ്രാദേശിക യുദ്ധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കൂടി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കമ്പനികൾ തങ്ങളുടെ നിയമാനുസൃതമല്ലാത്ത ലക്ഷ്യങ്ങളെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനങ്ങോട്ട് തീർക്കും എന്നാണ് ഇറാൻ്റെ IRGC ഇപ്പം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഏത് അവസ്ഥയിലാവും എന്നറിയില്ല. ഏതായാലും മറ്റ് രാജ്യങ്ങളിലോട്ട് ഈ ക്ലൗഡ് ബേസും കാര്യങ്ങളൊക്കെ ഇത് എഫക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് അടുത്ത ഇറാൻ്റെ ലക്ഷ്യങ്ങളായിട്ട് ഇറാനായിട്ട് സൂക്ഷിച്ച് കയ്യിൽ ഒതുക്കി വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല അബ്ബാസ് അറാഖ്ചി ഇന്ന് വന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകളുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കാളരാത്രി ആയിരിക്കും. ഇത്രയും കാലം ട്രംപും നെതന്യാഹും വന്നിട്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ വീമ്പിളക്കി അവന്മാരോട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ കുളം തോണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത് ഇതുവരെ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊന്ന് പേടിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഈ സ്ഥലങ്ങളിലെ ആളുകൾ. മറ്റ് ഇന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഇറാൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ദുബായ് വിമാനത്താവളത്തിൽ ഇറാൻ്റെ ഒന്നിലധികം ഡ്രോണുകളാണ് ദുബായ് വിമാനത്താവളം പതിച്ചത്. ആളുകൾക്ക് നിസാര പരിക്കുകളൊക്കെ ഉണ്ട്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല. പക്ഷേ ചില ഭാഗങ്ങളിലോട്ടുള്ള കണക്ഷൻസും കണക്ടിവിറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ്റെ മാരകമായിട്ടുള്ള ക്ലസ്റ്റർ ബോംബുകൾ ചെറുതും വലുതായിട്ട് വീണിരിക്കുന്നുണ്ട്. ബങ്കറിന്ന് തൂറാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഇസ്രായേലികളെല്ലാം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആക്രമണത്തിൻ്റെ മറ്റ് പ്രധാന വിവരങ്ങൾ പറയുകയാണെങ്കിൽ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിനേറെ IRGCയുടെ പുതിയ ആക്രമണങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ നാശനഷ്ടങ്ങളായിട്ട് പറയുന്നത് ഏകദേശം 100 അമേരിക്കൻ സൈനികർ ഇവിടെ വീണ്ടും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്രയും സൈനികർ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ബാക്കി ഉണ്ടായിരുന്നു. അതിൽ 100 പേരും ആൾക്കാരോട് കൊല്ലപ്പെട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇനി ഇറാൻ്റെ ഉള്ളിൽ നിന്നും വിക്ഷേപിച്ച ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ഈ പ്രഹരം നടത്തിയത്. അടിസ്ഥാന സൗകര്യം അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഹായിക്കുന്ന ഗൾഫ് മേഖലയിലെ സാമ്പത്തിക സൈനിക കേന്ദ്രങ്ങൾ ആണ് ഇനി ഞങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ്ലി തീർത്തിരിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ഇറാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കനെ മൂപ്പിച്ച് ട്രംപിനെ ഇതിലോട്ട് ചാടിച്ചു. ഇപ്പോൾ ട്രംപിനും അല്ലെങ്കിൽ നെതന്യാഹുവിനും തന്നെ പരസ്പരം മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കൊക്കെ എഫക്ട് ചെയ്തിരിക്കില്ലേ? ഗ്യാസിൻ്റെ കാര്യങ്ങൾ വീടുകളിൽ അത്ര എഫക്ട് ചെയ്തിട്ടില്ലെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഹോട്ടലുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഭാഗത്തൊക്കെ പല ഹോട്ടലുകളുടെ മെനു 100ൽ 10 ചുരുക്കിയിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം പോകും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടു തന്നെ അറിയാം ഏത് അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. ശരി.